ഈ സ്ഥലം ഒരു പർവ്വതത്തിൻ്റെ മുകളിലാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഞങ്ങളുടെ ദുബായ് ട്രിപ്പിനിടെ ജബൽ അൽ ഹബീസ് പർവ്വതനിരകൾ കാണാൻ പോയപ്പോൾ അതിൻ്റെ ഏറ്റവും മുകളിലെ ദൃശ്യങ്ങളാണിത്. നമുക്ക് എന്ത് മനോഹരമായിരിക്കുന്നു. പർവ്വതത്തിൻ്റെ മുകളിൽ അല്പം കുറച്ച് സ്ഥലം, നിരപ്പായ സ്ഥലത്ത് കൺസ്ട്രക്ഷൻസൊക്കെ നടത്തി സന്ദർശകരെ സ്വീകരിക്കാനുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിരിക്കുന്നു. ഇതാണ് ജബൽ അൽ ഹഫീസിലേക്കുള്ള യാത്രാ ദൃശ്യങ്ങളാണ് ഈ കാണുന്നത്. വിശാലമായ പാറക്കെട്ട്, ഇടയ്ക്കിടയ്ക്ക് മരുപ്പച്ചകളും കാണാം. മരുപ്രദേശം കഴിഞ്ഞ് പിന്നെ നമുക്ക് കുറേ ദൂരം മരുപ്പച്ചകൾ ഓയസിസും കണ്ട് പിന്നെയാണ് നമ്മളങ്ങ് ജബൽ അൽ ഹഫീസിൻ്റെ മുകളിലേക്ക് പോകുന്ന വഴിക്ക് മൊത്തവും ഇതുപോലുള്ള ദൃശ്യങ്ങളാണ്. പാറ നിറഞ്ഞ ഭൂപ്രകൃതി, പാറ കൊണ്ടുള്ള മരങ്ങളോ വൃക്ഷങ്ങളോ ഒന്നും കാണാനില്ല. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് മരുപ്പച്ച കാണാം. വളരെ മനോഹരമായൊരു യാത്രയായിരുന്നത്. പറ്റാവുന്നവരൊക്കെ പോയി കാണേണ്ടതാണ് കേട്ടോ. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെട്ടു. അകലെയായി പർവ്വതനിര, അതായത് പാറ കൊണ്ട് നിറഞ്ഞ പർവ്വതനിര, സൈഡിൽ മരുപ്പച്ചയും കാണാം, ചെറിയ പച്ചപ്പുകളും. ഇതിങ്ങനെ ഈ യാത്രയിലുടനീളം ഇതുപോലുള്ള ദൃശ്യങ്ങളായിരുന്നു. വളരെ വിശാലമായ റോഡ് ഈ മരുപ്രദേശത്ത് കൂടി അകത്തേക്ക് നിർമ്മിച്ചിട്ടുണ്ട്. ജബൽ അൽ ഹഫീസ് മലനിരകളിലേക്ക്, പർവ്വതനിരയിലേക്ക് ഈ വിശാലമായ റോഡ് ടൂറിസം മാത്രമേ അവിടെ ഉള്ളൂ, അല്ലാതെ മറ്റ് വേറൊന്നും നമുക്ക് കാണാൻ കഴിഞ്ഞില്ല. ടൂറിസത്തിന് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ഇൻഫ്രാസ്ട്രക്ചറാണ് നാം ഈ കാണുന്നത്. ഇത് അകലെയായി കാണുന്ന ജനവാസ മേഖലയാണ്. പർവ്വതത്തിൻ്റെ മുകളിൽ നിന്നുകൊണ്ട് നമ്മൾ കാണുന്ന ജനവാസ മേഖലയാണ് ആ കാണുന്നത്. താഴെ ഒരു പൊട്ടുപോലെ നമുക്ക് അത് കാണാൻ പറ്റും. ജബൽ അൽ ഹഫീസിൻ്റെ മുകളിൽ നമ്മൾ പോകുമ്പോൾ ഒരു വൈകുന്നേരമായിരുന്നു. അസ്തമയ സൂര്യൻ്റെ ദൃശ്യങ്ങളും അതിൻ്റെ മനോഹാരിതയും ഒന്ന് വേറെ തന്നെ. വളഞ്ഞു പോകുന്ന റോഡ്, കൺസ്ട്രക്ഷൻസ് നടന്നുകൊണ്ടിരിക്കുന്നു. ദൂരെയായി ജനവാസ മേഖല, അസ്തമയ സൂര്യൻ്റെ പ്രകാശത്തിൽ ശോഭിച്ചു നിൽക്കുന്ന ജബൽ അൽ ഹഫീസ് പർവ്വതനിര വളരെ മനോഹരമായ കാഴ്ചകളായിരുന്നു. ഈ വീഡിയോ മൊത്തവും അതുതന്നെയാണ്. ജബൽ അൽ ഹഫീസിൻ്റെ കാഴ്ചകളാണ് ഈ വീഡിയോയിൽ മൊത്തം ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഏറ്റവും മുകളിൽ നിന്നുള്ള അസ്തമയ ദൃശ്യങ്ങളും വളരെ മനോഹരമായിരുന്നു. ഇതുപോലുള്ള പാറ പ്രദേശമാണ് ത്രൂഔട്ട് നമുക്ക് കാണാൻ കഴിഞ്ഞത്. ഇടയ്ക്കിടയ്ക്ക് വമ്പൻ പാറകളും മതിൽക്കെട്ട് പോലെയും ഒക്കെ തോന്നുന്ന പാറക്കെട്ടിനെ കീറി മുറിച്ച് റോഡും, ഇടയ്ക്കിടയ്ക്ക് എത്തി നോക്കുന്ന സൂര്യപ്രകാശവും, നല്ല രസമായിരുന്നു ആ യാത്ര. പോയില്ലെങ്കിൽ ഒരു നഷ്ടമായി പോയേനെ. ഞങ്ങൾ പോയ വണ്ടി അങ്ങ് മുകളറ്റം വരെ പോകില്ലായിരുന്നു. പിന്നെ വേറൊരു വണ്ടി അറേഞ്ച് ചെയ്താണ് പോയത്. അവിടെ ഒരു ചെറിയ ആശയക്കുഴപ്പം ഉണ്ടായിരുന്നു, നമുക്ക് പോകാൻ പറ്റുമോ എന്നുള്ളത്. ഏതായാലും മറ്റൊരു വണ്ടി കിട്ടിയതുകൊണ്ട് അതിൽ ഞങ്ങൾ ജബൽ അൽ ഹഫീസ് പർവ്വതത്തിൻ്റെ ഏറ്റവും മുകളറ്റം വരെ പോകാൻ പറ്റി. ഈ നാട്ടിൽ അങ്ങ് അറ്റം വരെയും നല്ല വിശാലമായ റോഡാണ് കേട്ടോ. നമ്മുടെ നാട്ടിലെ പോലെയോ കുണ്ടും കുഴിയോ കട്ടറോ ഒന്നുമല്ല. നല്ല വിശാലമായിട്ട് നന്നായിട്ട് പണിതിട്ടുള്ള നല്ല ഇൻഫ്രാസ്ട്രക്ചറാണ് ഇവിടെ ഉള്ളത്. ഇരുവശങ്ങളിലും ലൈറ്റിംഗ് സംവിധാനങ്ങളും ഒക്കെ ആയിട്ട് റിട്ടേൺ യാത്ര ഇതിനേക്കാൾ മനോഹരമായിരുന്നു. അത് അങ്ങോട്ട് പോകുന്ന യാത്രയാണ്. റിട്ടേൺ ഇതിനേക്കാൾ മനോഹരമായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ അസ്തമയ സൂര്യനെ ദൃശ്യമാകുന്നത് വളരെ നല്ല കാഴ്ചയായിരുന്നു. തടസ്സങ്ങളൊന്നും ഇല്ലാതെ അസ്തമയ സൂര്യനെ നമുക്ക് കാണാൻ കഴിയും. വിജനമായ വഴിയിലൂടെ ഇടയ്ക്ക് വല്ലപ്പോഴും ഒരു വണ്ടി കടന്നു പോയാലായി. പക്ഷെ മുകളിൽ കുറച്ച് സഞ്ചാരികളുണ്ടായിരുന്നു ഏറ്റവും ടോപ്പ് എത്തിയപ്പോൾ. ഇടയ്ക്കിടയ്ക്ക് നമുക്ക് താഴെ സമതല പ്രദേശത്തിൽ
ജനവാസ മേഖലയും ദൃശ്യമാകും. ഇതാണ് ഇവിടുത്തെ പാറയുടെ ഒരു ഘടന. പാറയും മണ്ണും പോലെ, പക്ഷെ നല്ല സ്ട്രോങ് ആണ് കേട്ടോ. ഇത് ഇടിഞ്ഞു വീഴുകയൊന്നുമില്ല. JCBക്കാണ് ഇത് പണികളൊക്കെ നടത്തിയിരിക്കുന്നത്. JCB ഉപയോഗിച്ച് മാന്തിയിരിക്കുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റും. ദൂര കാഴ്ചകളൊക്കെ വളരെ മനോഹരമാണ്. എന്തൊക്കെയോ കൺസ്ട്രക്ഷൻസ് നടക്കുന്നുണ്ട്. കെട്ടിടങ്ങൾ എന്തോ പണിയുന്നുണ്ട്. എന്തോ ഹോട്ടലോ അതുപോലുള്ള ടൂറിസം ഫെസിലിറ്റീസാണ് ഇവിടെ ഉള്ളത്. അല്ലാതെ ജനവാസം അല്ല ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത്. ടൂറിസം ഫെസിലിറ്റീസാണ്. അതിൻ്റെ പണികളൊക്കെ ധാരാളം നടക്കുന്നുണ്ട്. ഏതായാലും വളരെ വിസ്മയകരമായ സീനറി ആയിരുന്നു ജബൽ അൽ ഹഫീസ് കാണുക എന്നുള്ളത്. ശരിക്കും ഗൾഫ് ടൂറിന്, ദുബായ് ടൂറിന് പോകുന്നവരുടെ ഒരു ആകർഷണീയമായ ഒരു സ്ഥലമാണ് കേട്ടോ ഈ ജബൽ അൽ ഹഫീസ് എന്ന് പറയുന്ന പർവ്വതനിര. അതിൻ്റെ ഏറ്റവും ടോപ്പ് വരെ പോകാൻ പറ്റണം. നല്ല തണുപ്പായിരുന്നു യാത്രയിലുടനീളം. AC ഒന്നും ഇല്ലാതെയാണ് നമ്മൾ പോയത്. പക്ഷെ ഭയങ്കര മനോഹരമായ ഒരു അനുഭവവും സീനറിയുമാണ് അവിടെ നമ്മളെ കാത്തിരിക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് അസ്തമയ സൂര്യൻ്റെ ശോഭയിൽ കുളിച്ച് നിൽക്കുന്ന താഴ്വാരങ്ങളും ജനവാസ മേഖലയും നമുക്ക് കാണാൻ കഴിയും. സൂര്യപ്രകാശം പർവ്വതത്തിൽ വീഴുന്ന പ്രതിധ്വനിക്കുന്നത് കാണാം. അങ്ങനെ ഏകദേശം മുകളിലെത്തി. സൂര്യപ്രകാശം കൊണ്ട് നമുക്കത് ശരിക്കും കാണാൻ പറ്റുന്നില്ല. സൂര്യപ്രകാശത്തിന് അത്ര ശോഭയാണ് ഇവിടെ. അത്ര ബ്രൈറ്റായിട്ട് സൂര്യപ്രകാശം വീഴുന്നത് കൊണ്ട് നമുക്ക് ശരിക്ക് വ്യൂ കിട്ടുന്നില്ല. കണ്ണിൽ തന്നെ അടിക്കുന്നതുകൊണ്ട് കണ്ണ് നമുക്ക് തുറക്കാനും വയ്യായിരുന്നു. കുറേ നമ്മൾ മുകളിൽ എത്തിക്കഴിഞ്ഞു. ഇവിടെയൊക്കെ കൺസ്ട്രക്ഷൻ നടക്കുകയാണ്. അത് അകലെയായിട്ടൊരു ടൂറിസം സ്പോട്ട് നമുക്ക് കാണാൻ കഴിയും. അത് ആ ബിൽഡിംഗ് ടൂറിസത്തിന് വേണ്ടി പണിയുന്നതാണ്. നമ്മൾ റൗണ്ട് ചെയ്ത് അവിടെ എത്തും. ഇങ്ങനെ ഒരു മാസ്മരികമായ അന്തരീക്ഷത്തിലൂടെ നമ്മളങ്ങ് യാത്ര ചെയ്ത് മുൻപോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ശരിക്കും നമ്മൾ ടോപ്പിലെത്തി. ഇത്രയും ഈ മലയുടെ മുകളിൽ ഇത്രയും വിസ്തൃതമായ സ്ഥലത്ത് ടൂറിസത്തിന് സൗകര്യങ്ങൾ ഒരുക്കിയിരിക്കുന്നു എന്ന് പറയുന്നത് ആ ഭരണാധികാരികളുടെ ഒരു ഇച്ഛാശക്തി തന്നെയാണ് കേട്ടോ. അത് നമ്മൾ ഏറ്റവും ടോപ്പിലെത്തി. അവിടെ ഇത്രയും സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അവിടെ പാർക്ക് ചെയ്യാനും കുറേ സഞ്ചാരികളൊക്കെ ഇവിടെ ഉണ്ട്. ഇങ്ങനെ ഇറങ്ങി നടന്ന് നമുക്ക് ചുറ്റി നടന്ന് കാണാം. നമ്മൾ നടന്ന് പോകുമ്പോൾ അവിടെ ഒരമ്മ പൂച്ചയും ഒരു കുഞ്ഞി പൂച്ചയും കണ്ടു കേട്ടോ. അത് ഇപ്പം നമുക്ക് കാണാം. എവിടെയാണെന്ന് നോക്കട്ടെ. എങ്ങനെ ഈ പർവ്വതത്തിൻ്റെ മുകളിൽ രണ്ട് പൂച്ചകൾ സർവൈവ് ചെയ്യുന്നവരുടെ ആഹാരം എന്ത്, അവർ എവിടെ ഒളിച്ചിരിക്കും, എവിടെ താമസിക്കും, അവരുടെ സ്റ്റേ എവിടെ, അങ്ങനെയൊക്കെ ഒത്തിരി നേരം ആലോചിച്ച് നോക്കി കേട്ടോ. അസ്തമയ സൂര്യനെ കാണാൻ നല്ല ഭംഗിയല്ലേ. കോമ്പൗണ്ട് വാളൊക്കെ കെട്ടിത്തിരിച്ച് അപകടപ്പെട്ടു പോകാതെ ആരും മുകളിൽ കൂടി കയറി ഇറങ്ങാത്ത വിധം നന്നായിട്ട്. കാരണം താഴേക്ക് നല്ല താഴ്ചയാണ്. ഇത് മുകളിൽ നിന്നുള്ള ദൃശ്യം ശരിക്കും കാണാൻ പറ്റൂല കേട്ടോ. ഫോഗ് പോലെ നമുക്ക് ഇതാ പൂച്ച പോകുന്നതുണ്ടോ. ഇതാ ഞാൻ പറഞ്ഞ പൂച്ച, നമ്മുടെ പൂച്ചയെ പോലെ തന്നെ കേട്ടോ. ഞാൻ ഓർത്ത് അറബി നാട്ടിലെ പൂച്ചയ്ക്ക് വേറെ എന്തെങ്കിലും വ്യത്യാസം കാണുമെന്ന്. ഈ പർവ്വതത്തിലെ ഇതിൻ്റെ മുകളിൽ ഇത് എന്ത് ആഹാരം കഴിക്കും. നല്ല പുഷ്ടിയൊക്കെ ഉണ്ട് കേട്ടോ. ആഹാരത്തിനൊന്നും ക്ഷാമമില്ല. നല്ല പുഷ്ടിയുള്ള നല്ല പൂച്ച. ഇത് എവിടെ താമസിക്കുന്നു, ഇതിന് ആഹാരം എന്ത്, ആഹാരം കൊടുക്കും, അങ്ങനെയൊക്കെ കുറേ സംശയങ്ങൾ എനിക്കുണ്ടായിരുന്നു. ഏതായാലും വളരെ അത്ഭുതകരമായി തോന്നി ജബൽ അൽ ഹഫീസിൻ്റെ മുകളിലെത്തിയപ്പോൾ. ഇനി ഒരു കുഞ്ഞിപ്പൂച്ചയെ കൂടെ കണ്ടിരുന്നു.
എത്ര വാഹനം വന്നാലും പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. ഇനി അവിടെ എന്തോ ഹോട്ടൽ സമുച്ചയമൊക്കെ പണിയുന്നെന്ന് തോന്നുന്നു. ടൂറിസ്റ്റുകൾക്ക് വന്നാൽ വിശ്രമിക്കാനും ആഹാരത്തിനും റിക്രിയേഷനും ഒക്കെ ഉള്ള സൗകര്യങ്ങളാണെന്ന് തോന്നുന്നു. വീണ്ടും പണിതുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. സമയത്തെ ആകാശം കാണാനും നല്ല ഭംഗിയായിരുന്നു. വളരെ കളർഫുള്ളായിട്ട് ആകാശം പ്രത്യക്ഷപ്പെടുന്നു. വാഹനങ്ങളൊക്കെ വരികയും പോവുകയും ചെയ്യുന്നത് കാണാം. ഇതിനിടയ്ക്കൊരു ബൈക്ക് ചീറിപ്പാഞ്ഞ് വരുന്നുണ്ടായിരുന്നു. ഒറ്റയ്ക്കും തെറ്റയ്ക്കും ഒക്കെ ഇതിൻ്റെ മുകളിൽ ആളുകൾ വരുന്നുണ്ട്. പക്ഷേ ജനവാസ മേഖലയിൽ നിന്ന് വളരെ ഉയരത്തിലാണ് ഈ ജബൽ ഹഫീസ് പർവ്വതനിരകളുള്ളത്. ഇവിടെ ഒറ്റയ്ക്കും ആളുകൾ വണ്ടി ഓടിച്ച് വരുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ജബൽ ഹഫീസ് കാഴ്ചകൾ ഇഷ്ടപ്പെട്ടോ എന്ന് പറയണേ. നിങ്ങളിതിനു മുമ്പ് പോയിട്ടുണ്ടോ, കണ്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ ഇതുപോലുള്ള സീനറി ഇതിനു മുമ്പ് നിങ്ങൾ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുള്ളവർ കമൻറ്റ് ചെയ്യണേ. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഈ കാഴ്ച കാണുന്നത്. ഒരുപാട് യാത്രയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും ഇതൊരു വളരെ അത്ഭുതകരമായൊരു കാഴ്ചയായിരുന്നു. നിങ്ങൾക്കെങ്ങനെ തോന്നുന്നു? നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് അറിയിക്കണേ. സമയത്തെ ആകാശം മൊത്തമായിട്ട് നമുക്ക് കാണാം. അസ്തമയ സൂര്യൻ്റെ പൊൻപ്രൊഫൈൽ വിളങ്ങി നിൽക്കുന്ന ജബൽ അൽ ഹഫീസ് പർവ്വതനിരകൾ മൊത്തമായിട്ട് കാണാം. ആ ശോഭയിൽ കുളിച്ച് നിൽക്കുന്ന കെട്ടിടങ്ങളും ഭൂമിയും ആകാശവും പ്രകൃതി ഭംഗിയും നമുക്ക് ആവോളം ആസ്വദിക്കാം. സമയം കഴിയും തോറും അസ്തമയം അടുത്ത് വരും തോറും ഇങ്ങനെയൊക്കെയായി അവിടുത്തെ കാഴ്ചകൾ. കുറേ സമയം നമ്മളവിടെ ചിലവഴിച്ചു കേട്ടോ. അസ്തമയമാകുന്നത് വരെ ഞങ്ങൾ അവിടെ നിന്നു. ആകാശത്തിൻ്റെ വ്യത്യാസം കണ്ടോ? വളരെ മനോഹരമായിരിക്കുന്നു. നേരിട്ട് കാണാൻ ഇതിനേക്കാളും ഭംഗിയാണ്. എല്ലാവരും ആ അസ്തമയ സൂര്യനെ ഫോട്ടോ എടുക്കുന്ന, വീഡിയോ ഓടിക്കുന്ന തിരക്കിലാണ്. വളരെ മനോഹരമായ സീനറി. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. കൊച്ചു പൂച്ചക്കുട്ടി ഇവിടെ ഉണ്ട് കേട്ടോ. കൊച്ചു കുഞ്ഞാണ്. അതാ അവിടെയൊക്കെ എന്തോ നോക്കുന്നുണ്ട്. ഇതിനെന്താ ആഹാരം, ഇതിന് എവിടെ താമസിക്കുന്നവർക്ക് തിന്നാൻ എന്തോ ഉണ്ട്. അടുത്ത് ഹോട്ടലോ അങ്ങനെ ഒന്നും കണ്ടില്ല. അപ്പോൾ പിന്നെ ആഹാരം മരുഭൂമിയിൽ നിന്ന് കിട്ടുന്ന ജീവികളെയൊക്കെ ആയിരിക്കാം കഴിക്കുന്നതെന്ന് ഞാൻ വിചാരിക്കുന്നു. ഏതായാലും നല്ലൊരനുഭവമായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ രാത്രിയാണ് തിരിച്ചിറങ്ങിയത്. അപ്പോഴുള്ള രാത്രി ദൃശ്യങ്ങളാണ് അതിനേക്കാൾ ഭംഗിയായിരുന്നു കേട്ടോ. ആ പൊൻപ്രൊഫൈലിൽ തിളങ്ങി നിൽക്കുന്ന ജബൽ ഹഫീസും അതുപോലെ ജനവാസ മേഖലയിലെ ലൈറ്റുകളും വഴിയോരങ്ങളിൽ ഉള്ള ലൈറ്റുകൾ പ്രകാശിതമായതും എല്ലാം കൂടി ആകെ ഒരു മാസ്മരികമായ അന്തരീക്ഷമായിരുന്നു. ശരിക്കും അത് കണ്ടില്ലെങ്കിൽ ഒരു നഷ്ടമായിപ്പോയെന്നെ. അങ്ങനെ ജബൽ അൽ ഹഫീസ് കണ്ട് ഞങ്ങൾ രാത്രിയോടുകൂടി തിരിച്ചിറങ്ങി. എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്ന പ്രതീക്ഷയോടെ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.